ഏറ്റവും പുതിയ നെറ്റ്ഫ്ലിക്സ് സിനിമയായിട്ടുള്ള ആപ് ജൈസാ കോയി തന്റെ 40കളിൽ ഒരു ജീവിത പങ്കാളിയെ തേടുന്ന ഒരു മനുഷ്യനെക്കുറിച്ചുള്ള കഥയാണ്. പ്രണയത്തിലാകുന്നു, അതിലൊരു പ്രശ്നമുണ്ടാകുന്നു, പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്നുള്ള സ്ഥിരം 3 ആക്ട് സ്ട്രക്ചർ റോംകോം പരിപാടി തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് കാര്യമായിട്ട് ഫീൽ ചെയ്തത് ഇതിൻ്റെ തുടക്ക ഭാഗങ്ങളിലുള്ള റൊമാൻസ് അവർ കാണിച്ചിട്ടുള്ള രീതിയാണ്. പക്ഷേ സിനിമ അതിൻ്റെ കോൺഫ്ലിക്റ്റിലേക്ക് കടക്കുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും മൊത്തത്തിൽ പാട്രിയാർക്കൽ പരിപാടിക്കെതിരെ ലെക്ചർ അടിക്കുന്നത് പോലെ തോന്നും. ഫ്രഷ് ആണെന്ന ഭാവനയുള്ള ഈ സിനിമയുടെ ഉപദേശ സ്വഭാവം കാണുമ്പോൾ ഇതിൻ്റെ മേക്കേഴ്സ് സോയ അക്തർ എന്ന വ്യക്തി ബോളിവുഡിൽ ഉണ്ടെന്ന കാര്യം മറന്നുപോയോ എന്ന് തോന്നിപ്പോ. നമ്മുടെ നായകനായിട്ടുള്ള ശ്രീരേണു ത്രിപാഠി 42 വയസ്സുള്ള വേർജിനായിട്ടുള്ള ഒരു സംസ്കൃത അധ്യാപകനാണ്. മാട്രിമോണിയൽ പരിപാടികളിലൂടെയൊക്കെ കുറെ പെണ്ണന്വേഷിച്ച് ഏതാണ്ട് മനം മടുത്ത അവസ്ഥയിലാണ് ശ്രീ. പക്ഷെ പുള്ളിക്കാരൻ്റെ ഏട്ടത്തിയമ്മ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പുള്ളിക്കാരി വഴി കണ്ടുമുട്ടുന്ന പെൺകുട്ടിയാണ് ബംഗാളിയായിട്ടുള്ള മധു ബോസ്. മധു ഒരു ഫ്രഞ്ച് ടീച്ചറാണ്. ശ്രീ നേരിടുന്ന ഇൻസെക്യൂരിറ്റികൾ മനസ്സിലാക്കാൻ മധുവിന് സാധിക്കുകയും കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ മധുവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ശ്രീ അറിയുകയും അത് അയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയും ചെയ്യുന്നു. അതെന്താണ്, അതിനെ അവർ ഏത് രീതിയിലാണ് ഡീൽ ചെയ്തത് എന്നതൊക്കെയാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. രാധിക ആനന്ദും ജഹാൻ ഹന്തയും എഴുതിയിട്ടുള്ള ഇതിൻ്റെ തിരക്കഥയുടെ ഉദ്ദേശം വളരെ നല്ലതൊക്കെയാണ്. സ്ത്രീകൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന പിന്തിരിപ്പൻ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ചില കാര്യങ്ങളൊക്കെ നോർമലൈസ് ചെയ്യണം എന്ന് പറയാനാണ് അവർ ശ്രമിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ 42 വയസ്സുകാരൻ്റെയും 32 വയസ്സുകാരിയുടെയും പ്രണയം മുന്നോട്ട് പോകുന്നത് പൈങ്കിളിയാണെങ്കിലും കണ്ടിരിക്കാൻ ഒരു ചാമുള്ള സംഗതിയാണ്. ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള സ്ത്രീയുടെ ഇൻഹിബിഷൻസ് മധു ഇല്ലാതാക്കുന്നത് പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ അവിടെ കാണുന്നത്. പടത്തിൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് എന്താണ് എന്ന് ഏറെക്കുറെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. പക്ഷേ ആ ഒരു സംഭവം വരുമ്പോൾ സിനിമയുടെ ടോൺ മാറുന്നത് ഭയങ്കര ജാറിംഗ് ആണ്. ദിൽ ധഡക്നെ ദോ എന്ന സിനിമ ഇറങ്ങിയത് 2025 ജൂൺ 5-നാണ്, അതായത് 10 വർഷത്തിന് മുകളിലായി. അതിലെ ഒരു മനോഹരമായിട്ടുള്ള രംഗം ആ സിനിമ കണ്ടവർ ആരും മറന്നിട്ടുണ്ടാകില്ല. ഫർഹാൻ അക്തർ അവതരിപ്പിക്കുന്ന കഥാപാത്രം രാഹുൽ ബോസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തോട് ഭാര്യയെ പണിക്ക് പോകാൻ അനുവദിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു സീനാണ് അത്. പിന്നെ നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സിൽ ഷമ്മിയുടെ ക്ലാസിക്കായ ഡയലോഗ് കേട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടേത് എന്നത് ആരും മറന്നിട്ടുണ്ടാവില്ല. പിന്നെ പാൻഡമിക്കിൽ പാൻ ഇന്ത്യ ഹിറ്റടിച്ച ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മൊത്തത്തിൽ സംസാരിക്കുന്നത് ഈ ഒരു വിഷയം തന്നെയായിരുന്നു. പക്ഷേ ഈ സിനിമകളെല്ലാം വളരെ സട്ടിലായിട്ടും കാര്യക്ഷമമായിട്ടുമായിരുന്നു ഈ ഒരു ജെൻഡർ പൊളിറ്റിക്സ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ലാത്ത കുറേ പുരുഷന്മാരുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ആപ് ജൈസേ കോയി എന്ന സിനിമയിലേക്ക് വരുമ്പോൾ സട്ടിലിറ്റി ഒട്ടും തന്നെ ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കാൻ അവർ ഉപയോഗിക്കുന്നില്ല. നായകനും നായകൻ്റെ ഏട്ടനും ഈ സിനിമയിൽ 2 സ്ഥലങ്ങളിൽ തങ്ങളോട് മാപ്പ് പറഞ്ഞോളാൻ പറയുന്ന സീനുണ്ട്. ആ സീനിൻ്റെയൊക്കെ ഒരു ലൗഡ് സ്വഭാവം കാണുമ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ ഉണ്ടാക്കിയിട്ടാണോ സിംഗിൾ സ്ക്രീൻ ഓഡിയൻസിനെ ഉപദേശിക്കാൻ നോക്കുന്നത് എന്ന് ഇതുണ്ടാക്കിയവരോട് ചോദിക്കാൻ തോന്നിപ്പോ. വളരെ സിനിമാറ്റിക് ആയ വിഷ്വൽസ് വേണമെന്ന നിർബന്ധം വിവേക് സോണിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. തിയേറ്ററിക്കൽ ആയിട്ടുള്ള ലൈറ്റിങ്ങും കളറുകൾ ഉപയോഗിച്ചിട്ടുള്ള രീതിയും എല്ലാം വളരെ എവിഡൻ്റ് ആണ്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഫ്രെയിമുകൾ സെറ്റ് ചെയ്യാനാണ് ദബോജിത് റേ സിനിമാറ്റോഗ്രാഫിയിലൂടെ ശ്രമിക്കുന്നത്. കഥാപാത്രങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ് കാണിക്കാൻ ഷാഡോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പല കോൺവെർസേഷൻ സീനുകളിലും സ്ക്രീനിന്റെ എഡ്ജിൽ പുറത്തേക്ക് നോക്കുന്ന രീതിയിൽ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്തുകൊണ്ട് വിഷ്വൽസ് പെക്യൂലിയർ ആക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പ്ലസൻ്റ് ആയിട്ടുള്ള സിനിമയുടെ ഭാഗങ്ങളെ കൂടുതൽ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസെക്യൂർ ആയിട്ടുള്ള പഴഞ്ചൻ ഹീറോയെ കൺവിൻസിംഗ് ആയ രീതിയിൽ അവതരിപ്പിക്കാൻ മാധവന് സാധിക്കുന്നുണ്ട്. പല സ്ഥലത്തും എഴുത്ത് ഈ കഥാപാത്രത്തെ കാരിക്കേച്ചർ ആക്കുന്നുണ്ടെങ്കിലും ഡയലോഗ് ഡെലിവറിയിലൂടെ അയാളെ കുറച്ചുകൂടെ റിയൽ ആക്കാൻ പുള്ളിക്ക് പറ്റുന്നുണ്ട്. മധു ബോസ് എന്ന കഥാപാത്രം വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീയെ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ ആവശ്യമുള്ള ചാമോട് കൂടി അവതരിപ്പിക്കാൻ ഫാത്തിമ സന ഷെയ്ഖിന് സാധിക്കുന്നുണ്ട്. ആയിഷ റാസ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള കുസും എന്ന കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി അണ്ടർപ്ലേ ചെയ്യുന്നതുകൊണ്ട് ആ കഥാപാത്രത്തിന് കുറച്ചുകൂടെ റിയൽനെസ് വരുന്നുണ്ട്. പഴഞ്ചൻ ചിന്താഗതിക്കാരെ പരിഹസിക്കുക എന്ന രീതിയിൽ ഡെലിബറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ് ശ്രീയുടെ ഏട്ടൻ്റെ കഥാപാത്രം. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തെ റിയൽ ആക്കുക എന്ന് പറയുന്ന പരിപാടി മനീഷ് ചൗധരിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ആ കഥാപാത്രത്തെ ആ രീതിയിൽ അവതരിപ്പിച്ചത് ഒരർത്ഥത്തിൽ സിനിമയെ വല്ലാതെ സില്ലിയാക്കുന്നുണ്ട്. ഈ സിനിമയുടെ ആദ്യ പകുതിയിൽ നടക്കുന്ന റൊമാൻസ് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കണ്ടിരിക്കുന്നവരിൽ ഒരു പുഞ്ചിരി പടർത്തുന്ന ടൈപ്പ് റൊമാൻസ് ആണ്. പക്ഷേ അതിനുശേഷം നടക്കുന്ന കഥയിൽ ഗംഭീരമായ സിനിമാറ്റോഗ്രാഫിയും അതിന് ചേരുന്ന പശ്ചാത്തല സംഗീതവും ഒക്കെ ഉണ്ടെങ്കിലും വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഉപദേശ സ്വഭാവം പടത്തെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. പഴഞ്ചൻ ചിന്താഗതി ഉള്ളവരോട് മാറി ചിന്തിക്കാൻ പല പ്ലാറ്റ്ഫോമുകളിലൂടെയും പലരും നടത്തുന്ന ശ്രമത്തിന് ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് ഇല്ലാത്ത സൃഷ്ടികൾ ഒരർത്ഥത്തിൽ തടസ്സം സൃഷ്ടിക്കുകയാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്